നിങ്ങളൊരു ബിസിനസ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസിന്റെ ആവശ്യമുണ്ട്. ഒരു ബിസിനസ് ഫീൽഡ് ആണെങ്കിൽ പോലും നമുക്ക് ക്രിയേറ്റിവിറ്റി വേണം, പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് ആവശ്യമുണ്ട്. സോ അങ്ങനത്തെ ഒരു ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം മെഡിറ്റേഷനിലൂടെ നമുക്ക് ഒരു നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. അതായത് മൈൻഡ് ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മൈൻഡിനെ സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. അതായത് നോർമലി മൈൻഡ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി അത് ഫങ്ഷനിങ് ആണ്. 24 hours അത് കണ്ടിന്യൂസ്ലി ഒരു വർക്കിംഗ് പ്രോസസ്സിലാണ്, കണ്ടിന്യൂസ് സ്റ്റാറ്ററിങ് ആണ്, അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഒരു തിങ്കിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും വേണമെങ്കിൽ തോന്നാം. അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ, ആ ഒരു മൊമെന്റ് ടു മൊമെന്റ് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. സോ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്കൊരു മൈൻഡിനെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിലൂടെ, അതിനെ ഒരു റെസ്റ്റിംഗിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, അതിനെ ഒന്നും കൂടെ ഒന്ന് റീജുവിനേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒരു ഫ്രഷ് അപ്പ് ആക്കി എടുക്കാനൊക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും. സോ മെഡിറ്റേഷൻ പ്രോസസ്സിൽ നമ്മൾ അതാ ചെയ്യുന്നത്, മൈൻഡിനെ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക, അതിനെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അതിലൂടെ മൈൻഡിനെ നമുക്ക് ഒന്നും കൂടെ റീജുവിനേറ്റ് ചെയ്യും. നിങ്ങളൊരു 1 hour മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര നേരം മൈൻഡിനെ ഒന്ന് മാറ്റി വെച്ച് കംപ്ലീറ്റ്ലി അതിനെ വീണ്ടും ഒരു ഫ്രഷ് അപ്പ് ആക്കുക. അതായത് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇതൊരു ലോജിക്കൽ സംഭവമാണ്. അതായത് നമ്മളിപ്പോ നമ്മള് എന്താ പറയുക, നമുക്ക് ഏതൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരു 5-6 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കാൻ സപ്പോസ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് ഒരു റെസ്റ്റ് പീരീഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം അടുത്ത ദിവസം പിന്നെ ഒന്നും കൂടി ഇതാവുന്നുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഗെയിം കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു തേർഡ് ഡേ അല്ലെങ്കിൽ 2 days ഒരു ബ്രേക്ക് എടുത്തിട്ടായിരിക്കും അവർ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകുന്നത്. സോ അതുകൊണ്ട് അവരുടെ ഗെയിം ഒരിക്കലും ഡൗൺ ആയി പോകുന്നില്ല, അവരൊന്നും കൂടെ ബെറ്റർ ആയിട്ട് ഗെയിം ചെയ്യുന്നവർക്ക് ഒന്നും കൂടെ അവരുടെ ഗെയിം ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും. സോ ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് നമ്മൾ ഏതൊരു പ്രൊഫഷനിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മൈൻഡിനെ സംബന്ധിച്ച് നമുക്കത് പലപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സൊസൈറ്റി നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നില്ല. പൊതുവെ നമുക്ക് ആ ഒരു മൈൻഡിന്റെ ഒരു റെസ്റ്റിംഗ് വേണമെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ അവെയർ ആകാറില്ല. സോ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന അതാണ്, മൈൻഡിനെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ അതിനെ ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് അപ്പ് ആക്കും, ഒന്നും കൂടെ റീജുവിനേറ്റ് ചെയ്യാൻ നമുക്കതിനെ സാധിക്കും.